ഹലോ ഗൈസ്, വെൽക്കം ടു ഡെൻവർ 2.0. ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി പോണത് സൂ വേൾഡ് ടൈക്യൂൺ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമാണ് ഗൈസ്. ഈ ഗെയിം എന്താണ്, ഇതിനെ പറ്റി കൂടുതൽ കാര്യം എനിക്ക് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയായിരുന്നു ഗൈസ്. അപ്പൊ ഈ ഗെയിമാണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോണത്. അപ്പൊ നമുക്ക് നേരെ ആ ഗെയിമിലേക്ക് ഒന്ന് കടക്കാം. ഗൈസ്, ഈ മുന്നിൽ കാണാൻ ഇതാണ് നമ്മുടെ സൂ. അപ്പൊ ഞാൻ നേരത്തെ വന്നപ്പോൾ കുറച്ച് കാറിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു ഗൈസ്. ഇതൊക്കെ നമ്മൾ കുറച്ച് കാർ സെറ്റ് ചെയ്ത് വെച്ച് ബാക്കി കാലം സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ ഒരു സ്റ്റാച്ചു. ഇതെന്ത് സംഭവം ഇത്? ഇതെന്തോ ഗൈസ്. അപ്പൊ നമ്മുടെ ഇവിടത്തെ ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് ഇനി ഗേറ്റ് സെറ്റ് ചെയ്യണം ഗൈസ്. ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിന്റെ അകത്തുള്ള ടെറൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ആനിമൽ ഹൗസ്. ഇതെന്താ ഗൈസ്, എന്താന്ന് നോക്കട്ടെ. ഇത് ആനിമലിനുള്ള ഈ ഐറ്റമാണ് ഗൈസ്. നമുക്കാണ് ഓരോ കാലിൽ പർച്ചേസ് ചെയ്ത് വെക്കാൻ പറ്റും ഗൈസ്. അപ്പൊ റാബിറ്റിനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഇത് റാബിറ്റിന്റെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഇതിന് തുറക്കണം നമ്മൾ. ഗൈസ്, അപ്പൊ റാബിറ്റിനുള്ള കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇതാണ് റാബിറ്റിന്റെ സ്ഥലം. ടു ഫീഡ് റാബിറ്റ്. ഗൈസ്, റാബിറ്റിനുള്ള ഫുഡും കാലിലൊക്കെ അവിടെ വന്നോളും. അപ്പൊ ഗൈസ്, നമുക്ക് അടുത്ത കാലം സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഗൈസ്, അപ്പൊ ആൾക്കാർക്കുള്ള ബെഞ്ച് സെറ്റ് ചെയ്യട്ടെ ഞാൻ. അല്ലെ ആൾക്കാർ വന്ന് ഇരിക്കത്തില്ലല്ലോ ഗൈസ്, നേരെ അവർ പോവും. അപ്പൊ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓരോ കാലം നമുക്ക് സെറ്റ് ആക്കണം ഗൈസ്. ഓരോ കാലം സെറ്റ് ആക്കിയാലാണ് ഇവിടെ ആൾക്കാർ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് ഇതിൽ നിന്നുള്ള പൈസയാണ് ഗൈസ് ഈ സൈഡിൽ കാണുന്നത്. 1495. ഈ അത്രയും കോയിനാണ് ഗൈസ് ഈ ആൾക്കാർ വന്നതിന് കിട്ടും നമുക്ക് പൈസ. ഇപ്പൊ ഇവര് വരുമ്പോ ഇവിടെ ഇതുപോലെ പൈസ കൊടുത്തിട്ടാണ് അകത്തേക്ക് കയറേണ്ടത്. അപ്പൊ നമ്മുടെ സൂ അത്ര അടിപൊളിയാണെങ്കിലാണ് ഗൈസ് ഇങ്ങോട്ട് ആൾക്കാർ വരത്തുള്ളൂ. കാരണം അപ്പുറം ഇപ്പുറം കുറെ സൂകളുണ്ട് ഗൈസ്. ഇവിടെ കുറെ സൂ ഉണ്ട്. അപ്പൊ സമയമില്ല. അപ്പൊ നമുക്ക് നേരെ വെക്കുന്ന പോയിട്ട് ഇവിടെ ബാക്കിയുള്ള കാലൊക്കെ സെറ്റ് ചെയ്യട്ടെ ഗൈസ്. എന്നാലാണ് ആൾക്കാർ നമ്മുടെ സൂവിലേക്ക് വരത്തുള്ളൂ. നമ്മളതിനേക്കാളും കിടില സൂകൾ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള സ്ഥിതിക്ക് നമ്മൾ അതിനേക്കാളും കിടിലും ആക്കണം നമ്മുടെ സൂ. ഇത്ര ഏരിയ ഉണ്ട് ഗൈസ്. ഇത് നിറച്ച ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് ആനേനെയും കടുവേനെയും ജിറാഫിനെയും അതിനെ എല്ലാത്തിനെയും വെച്ച് നമുക്കൊരു വിഷയം സൂ ആക്കണം. പിന്നെ നമ്മൾ സൂവൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഞാനൊരു കിടിലുമായി. ഞാൻ കണ്ണടയൊക്കെ വെച്ച് നൈസായിട്ട് മുടിയൊക്കെ ചെയ്യും. നല്ലൊരു ജാക്കറ്റൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനിയും ഡ്രസ്സൊക്കെ അടിപൊളിയാക്കണം. കാരണം നമുക്കൊരു മുതലാളി സ്റ്റൈലിൽ ഡ്രസ്സ് ചിരിക്കണ്ട ഗൈസ്. ഇത് ക്ലീൻ ചെയ്യട്ടെ ഗൈസ്. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഇവിടെ എന്തൊക്കെ എറിഞ്ഞിട്ടാ വന്നേക്കണം ഗൈസ്. ഇവിടെ എന്താണ് ആനിമൽ ഹൗസോ? ഇതിനി ഹൗസും കൂടി വേണോ? കുഴപ്പമില്ല, ഇന്നാടാ മുയലും കൂട്ടാ, നിനക്ക് ഹൗസ് ഇരിക്കട്ടെ. അല്ലെ ചിലപ്പോ നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയല്ല, നീയാണ് ആകെയുള്ളത്. ഈ മുയലും കൂട്ടനെ വെച്ചിട്ടാണ് ഞാൻ ഈ കച്ചവടം മൊത്തം മുന്നോട്ട് പോണത്. കാരണം ഈ മുയലിനെ കാണാൻ വേണ്ടിയാണ് ഗൈസ് ഇത്രയും പേര് ഇവിടെ വന്നത്, നിങ്ങൾക്കറിയാലോ. ഗൈസ്, ഇവിടെ ട്രീ വേണോന്ന് ഗൈസ്. ഇത് ട്രീ ഇനി വെച്ച് കൊടുക്ക. ഇനി ട്രീ ഇല്ലാതെ വേണ്ട. ഇവിടെ ആനിമൽ ഹൗസ്. ഗൈസ്, ഇവിടെ നമുക്ക് അടുത്ത ഏതോ മൃഗത്തിനെ വെക്കാൻ പറ്റും തോന്നുന്നു. ഇതെന്തിനായിരിക്കും? ഇത് മുയലാന്ന് എനിക്ക് തോന്നണേട്ടാ. ഇതെന്താണ് ഇത് വരാൻ വേണ്ടി പോണത്? ഇത് പിഗ്. ഗൈസ്, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പർച്ചേസിന് പന്നിക്കുട്ടനാണ്. പന്നിക്കുട്ടനെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി പന്നിക്കുട്ടനുള്ള ഫുഡ് ഇവിടെ ഇട്ട് കൊടുത്തേക്കട്ടെ. പന്നിക്കുട്ടൻ ഹാപ്പി ആയിക്കോട്ടോ. പന്നിക്കുട്ടൻ ഹാപ്പിയാണ് ഗൈസ്. ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് പോണത് എന്താ? ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നിട്ട് ഇവിടെ. നമുക്ക് ഇവിടെ ഇനി ഇവിടെ വേസ്റ്റ് കിടക്കണമെന്നാ തോന്നുന്നു ഗൈസ്. ഇവിടെ സെറ്റ് ആവാത്ത ആൾക്കാർക്ക്. ഇനി ഇവിടെ ഒരു ട്രീ ഒക്കെ വെച്ച് കൊടുക്കട്ടെ. ഇവൻ ഹാപ്പിയാണ്. ഇനി ഗൈസ് അടുത്തത് നമുക്ക് സെറ്റ് ആക്കണം ഗൈസ്. അടുത്ത സെറ്റ് ആക്കണം. ഇനി അടുത്തത് എന്താണ് ഉള്ളത്? ഇനി എന്താ ഉള്ളത്? ആൾക്കാർക്ക് ഹാപ്പിയായി പോണുണ്ട്. ഗൈസ്, ഇതെന്താണ്? ടോയ്ലറ്റ്. ഇനി ടോയ്ലറ്റ് സെറ്റ് ചെയ്യണം ഗൈസ്. ഒരു ടോയ്ലറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ എന്താ? ഇപ്പുറത്തെ വേറെ നമ്മൾ അടുത്ത സാധനത്തിനുള്ളത്, അടുത്ത മൃഗത്തിനുള്ള പരിപാടി നമ്മളിവിടെ സെറ്റ് ചെയ്യുകയാണ് ഗൈസ്. അപ്പൊ അത് സെറ്റ് ചെയ്യാം. ഇനി ടെറൈൻ സെറ്റ് ചെയ്യണം ഗൈസ്. നമുക്ക് ടെറൈൻ സെറ്റ് ചെയ്യാം. ടെറൈൻ സെറ്റ് ചെയ്ത് ഇനി ആനിമൽ ഹൗസ്. ഗൈസ്, പോണ്ട് സെറ്റ് ചെയ്യണം. നമ്മുടെ കയ്യിലുള്ള പൈസ എല്ലാം വെച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്യാണ് ഗൈസ്. കൗ ഗൈസ്. അപ്പൊ പശുവുമ്പയാണ് അടുത്തത് വരാൻ വേണ്ടി പോണത്. അപ്പൊ ഇവിടെ എന്തോ ട്രീന്റെ കാര്യം സെറ്റ് ചെയ്യട്ടെ. ഗൈസ്, ഇവിടെ ഇനി നമ്മൾ ഗൈസ്, അപ്പൊ നമ്മൾ തുടങ്ങിയപ്പോ എങ്ങനെയായിരുന്നു ഗൈസ്? ഒരു ചെറിയൊരു സ്ഥലമായിരുന്നു ഗൈസ്. അതാണ് നമ്മൾ ഇത്ര അടിപൊളി ആക്കിയേക്കണത്. ഗൈസ്,
പശുവിനൊക്കെ പേരിടാട്ടോ ഗൈസ്, പശുവിനൊക്കെ പേരിടാൻ പറ്റും. നിങ്ങൾ പറ ഗൈസ്, നിങ്ങൾ പറയണ പേരിടാം. നമുക്ക് പശുവിനും മുയലും കുട്ടനും പന്നിക്കുട്ടനൊക്കെ നിങ്ങൾ പറയണ പേരിടാം. പേര് ഞാൻ ഇപ്പൊ ഒന്നിനും ഇടണില്ല. അപ്പൊ നിങ്ങൾ പറയണ പേരായിരിക്കും ഇതിനൊക്കെ ഇടാൻ വേണ്ടി പോണത്. ഇതിന്റെ അകത്ത് കയറാൻ പറ്റും, നമുക്ക് കയറാൻ പറ്റില്ല. മുതലാളിക്ക് കയറാൻ പറ്റാത്ത സ്ഥലമോ ഇത്? എന്ത് സ്ഥലമാണ് ഗൈസ്? അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള സംഭവം സെറ്റ് ചെയ്യാം. ഇവിടെ ഇനി അടുത്ത കൊല്ലം പണിയാനുണ്ടോ ഗൈസ്? ഇവിടെ ഇനി അടുത്ത കൊല്ലം പണിയാനുണ്ടോ? ഇവരൊക്കെ ഹാപ്പിയാണോ? പന്നിക്കുട്ടനെ കാണാനില്ല, പന്നിക്കുട്ടൻ പോയോ? ഓ ഗൈസ്, ഇനി ബാക്കി എന്തായിരിക്കും? ഇത് നമ്മുടെ കൗ ഹാപ്പിയാണ്. അപ്പൊ ഇനി കൗ ഹാപ്പിയാണ്. ഇനി ബാക്കിയുള്ള കാലൊക്കെ സെറ്റ് ചെയ്യാം ഗൈസ്. മുയലിൻകുട്ടന്റെ അങ്ങോട്ട് എന്തോ ആരോ കാണിക്കുന്നുണ്ട്. മുയലിൻകുട്ടന്റെ അവിടെ എന്തോ കാണിക്കുന്നുണ്ട് ഗൈസ്. മുയലിൻകുട്ടനെ എടുത്തോണ്ട് പോയ ആൾക്കാര്. മുയലിൻകുട്ടനെ കട്ടാ ഗൈസ്. ഞാൻ ഒരാളുണ്ട് ഇതെല്ലാം നോക്കണമെന്ന് വെച്ചാൽ 2 മുയലിൻകുട്ടന്മാരാ. ഓ 2 മുയലിൻകുട്ടന്മാരുണ്ട്. ഫുഡ് എന്താ മുയലിൻകുട്ട, നീ ഹാപ്പി ആയിട്ടിരിക്കും. ആൾക്കാരൊക്കെ ഓ ഫ്രണ്ടിൽ തന്നെ വേസ്റ്റ് ഇട്ടേക്കാണ്. വെറുതെ ആൾക്കാരൊക്കെ ഒന്നും ഇഷ്ടപ്പെടാത്തത്. ഓ ഇനി അടുത്ത് എന്തൊക്കെയോ പണിയുണ്ട്. ഇവിടെ നിറച്ച് പണിയാണ് ഗൈസ്. ഈ പണിയെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം ഇനി ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാൻ. ഓ ഗൈസ് അവിടെ എന്തോ, ഓ ഗൈസ് ഇവിടെ വെല്ല് സെറ്റ് ചെയ്യാനാണ് ഗൈസ്. ഓ വെല്ല് സെറ്റാക്കി. ഓ പോണ്ട്. ഓ ഗൈസ് അപ്പൊ നമ്മൾ കുറച്ചും കൂടി സെറ്റപ്പ് ആക്കുവാണ് ഇവിടെ എല്ലാം. നേച്ചർ, ഓ ഗൈസ് ഇവിടെ നേച്ചർ സെറ്റാക്കി ഗൈസ്. ഓരോ സംഭവങ്ങൾ നമ്മൾ സെറ്റാക്കി ഗൈസ്. നമ്മൾ ഇവിടെ ഒരു കിടിലോ ആക്കുവാണ് ഗൈസ്. കിടിലോ എന്ന് പറഞ്ഞാൽ വിഷയമാക്കുവാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗൈസ്? ഇനി നമുക്ക് ഈ കാണുന്നത് മൊത്തം നമ്മളൊരു സ്വർഗമാകും ഗൈസ്. ഇവിടെ മൊത്തം സ്വർഗമാക്കും നമ്മൾ. ഓ ഗൈസ് ഇതിൻ്റെ അകത്ത് മീൻ വില ഇടാൻ വേണ്ടി ആയെങ്കിലും ഗൈസ് എനിക്ക് വേണത് വല്ല ഷാർക്കിനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാനായി ഗൈസ്. ഓ ഗൈസ് എന്തൊക്കെയാണെന്ന് ഇടണുണ്ട് ഇതിനകത്ത്. ഞാൻ ഓരോന്ന് ഓർഡർ ചെയ്യേണ്ട പൈസ നോക്കാം. അയ്യോ മുതലക്കുഞ്ഞ്, എൻ്റെ പൊന്നെ മുതലക്കുഞ്ഞിനായിരുന്നു. മുതലക്കുഞ്ഞിന് എന്താ ഫുഡ് ഇടണം നോട്ടാ. മുതലക്കുഞ്ഞിന് എന്തായാലും ഷവർമയോ എന്തോ മുതലക്കുഞ്ഞിന് എന്തോ സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റായിട്ട് എന്തോ കൊടുത്തതാ. ഗിഫ്റ്റാന്ന് തോന്നുന്നത്, അത് ഫുഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓ ഗൈസ് ഇനി മുതല നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരെ പിടിച്ചില്ല നോക്കിയാൽ മതി ഗൈസ്. ഓ ഇവിടെ പ്ലാറ്റ്ഫോം. ഓ ഗൈസ് ഇവിടെ ഓ ഗൈസ് വന്ന ആൾക്കാർക്ക് ഇവിടെ ഫുഡ് കഴിക്കാനും കാര്യത്തിനൊക്കെ ഗൈസ് ഇവിടെ ഇരിക്കാൻ ഗൈസ്. അത് കൊള്ളാട്ടോ. ഓ ഗൈസ് അപ്പൊ ഞാൻ ഈ റോബ്ലോക്സിൽ ഒരു കിടിലെ സൂ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മളെ സൂ മിനി ഫാം. ഓ ഗൈസ് അപ്പൊ നമ്മൾ അന്ന് വന്നപ്പോ കുറെ അധികം പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്ക്വിഡ് ഗെയിം കളിച്ച് നമ്മൾ പൈസക്കാരനായി ഗൈസ്. അപ്പൊ ആ പൈസ വെച്ചിട്ട് നമ്മൾ കിടില സൂ ആണ് ഗൈസ് പണിയേക്കണത്. അപ്പൊ കിടില സൂ എന്ന് പറഞ്ഞാൽ കിടില സൂ ആണ് ഗൈസ് ഇത്. അപ്പൊ ബാക്കിയുള്ള കാലം സെറ്റ് വാട്ടർ പമ്പ് കൊടുക്കട്ടെ ഗൈസ്. അപ്പൊ അവിടെ സെറ്റായി. ഓ ഗൈസ് ഓ ഗൈസ് ഇതൊക്കെ സെറ്റാക്കി. ഓ ഹോഴ്സ് ഗൈസ്. ഓ ഗൈസ് എന്ത് വെക്കുന്നല്ലേ നമ്മുടെ ഈ ഒരു ഫാം ഇത്ര അടിപൊളിയായത്. എന്ത് ചെറിയൊരു ഫാം ആയിരുന്നു, ഇപ്പൊ ഫാം നോക്കിയ ഗൈസ് വിഷയം ഫാമായി. ഓ ഗൈസ് ഇതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് നാളെ വന്നിട്ട് വേണം ഗൈസ് ബാക്കി പരിപാടികൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമ്മുടെ ഒരുവിധം കാലൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കുറെ മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ മേടിക്കാം. ഓ ഇവിടെ ഫെൻസും കൂടി സെറ്റ് ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി നമ്മുടെ ഇവിടെ നമ്മളെ ഹോഴ്സിന് വേണ്ടിയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഇറങ്ങാം. അത് ചിലപ്പോൾ ഹോഴ്സിന് പിന്നെ ഒന്നും ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആവട്ടും ഗൈസ്. ഷുഗർ ക്യൂബ് ശരിയാ, നമുക്ക് ആ ഹോഴ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പൊ അതും കൂടി സെറ്റ്. ബേബി പിഗ് ബോൺ ഗൈസ്. നമ്മുടെ പന്നിക്കുട്ടിന് കൊച്ചുണ്ടായി ഗൈസ്. നമ്മുടെ പന്നിക്കുട്ടിന് കൊച്ചുണ്ടായി. ആ പന്നിക്കുട്ടിന്റെ അടുത്തേക്ക് പോട്ടെ. അതേ നമ്മുടെ മുയലിൻകുട്ടന്റെ കുഞ്ഞുങ്ങളാട്ടെ ഇതൊക്കെ. ഓ ഗൈസ് മുയലിൻകുട്ടന്റെ കുഞ്ഞുങ്ങളാണ് ഗൈസ്. 2 കുഞ്ഞുങ്ങൾ മുയലിൻകുട്ടന്. ഓഹോഹോ മുയലിൻകുട്ടനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഫുഡ് കൊടുക്കട്ടെ ഗൈസ്. അപ്പൊ മുയലിൻകുട്ടനും കുഞ്ഞുങ്ങൾക്കും ഫുഡ് കൊടുക്കണം ഗൈസ്. അവന്താ അവിടെ ബുഷസ്. ഓ ഗൈസ് അപ്പൊ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവായിരുന്നു. അപ്പോഴാണ് ഗൈസ് നമുക്കൊരു ഹാപ്പി ന്യൂസ് കണ്ടത് ഗൈസ്. നമ്മുടെ പന്നിക്കുട്ടനും മുയലിൻകുട്ടനും 2 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ പന്നിക്കുട്ടനെ കാണാൻ വേണ്ടി പോട്ടെ ഗൈസ്. അപ്പൊ പന്നിക്കുട്ടൻ നമ്മുടെ 2ാമത്തെ പെറ്റാണ് പന്നിക്കുട്ടൻ. പന്നിക്കുട്ടന് കുട്ടികളുണ്ടായി. പന്നിക്കുട്ടനെ കാണാൻ പോലും പറ്റില്ല. പന്നിക്കുട്ടനെ കാണാൻ പറ്റുന്ന കുട്ടികളുണ്ടായി ഗൈസ് പന്നിക്കുട്ടന്. അപ്പൊ എല്ലാം കൺഗ്രാജുലേഷൻ പന്നിക്കുട്ടൻ. അപ്പൊ നമുക്ക് ബാക്കി കളർ സെറ്റ് ചെയ്യാം. ക്ലീൻ ചെയ്യട്ടെ. ഓ നമ്മുടെ മുയലിൻകുട്ടന്മാർ ഹാപ്പി ആയിട്ട് ഓടിച്ചാടി നടപ്പുണ്ട്. മുയലിൻകുട്ടന്മാർക്ക് ഫുഡ് വല്ലതും വേണം. അപ്പൊ ഫുഡൊന്നും വേണ്ട, ഫുഡിന്റെ ആവശ്യമില്ല. ഓ ഗൈസ് നമ്മുടെ അടുത്തത് കൗ ഗൈസ്. നമ്മുടെ പശുക്കിടാവിന് പശുമ്പക്ക് കുഞ്ഞുണ്ടായി ഗൈസ്.
ഓ ഇന്നിവിടെ പശുമ്പകും എല്ലാവരും കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ ഗൈസ്. ഹാപ്പിയായി ഗൈസ്. ഓ പശുമ്പേനെ കുഞ്ഞെന്തി. ഓ ഗൈസ് പശുമ്പേനെ കുഞ്ഞില്ലേ. ഓ ഗൈസ് പശുമ്പക്ക് ഇത് എങ്ങോട്ടൊക്കെയായി പോകേണ്ടത് നിറച്ച് ഞാൻ ഒരാളുണ്ട് ഗൈസ്. ഇതെല്ലാം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാട്ടാ ഗൈസ്. ഓ ഒരാളെ പണിക്ക് വെക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഇവിടെ ഈ പോക്കാണെങ്കിൽ ഒറ്റയ്ക്കും നടക്കൂല. എനിക്കൊരു അസിസ്റ്റന്റും വേണം ഗൈസ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വരും അസിസ്റ്റന്റ് ആയിട്ട്. നിങ്ങൾ റോബ്ലോക്സ് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കൂടെ ഇതേപോലെ എൻ്റെ ഈ ഫാമൊക്കെ നോക്കി നടത്താൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും വരുമോ ഗൈസ്? ഓ എനിക്കാണെങ്കിൽ ഇത് വർക്ക് ചെയ്ത് മടുത്ത്. ഇനി കുറേയും കൂടി പണിയുണ്ട് ഗൈസ്. ഇനി എല്ലാ പണിയും സെറ്റ് ചെയ്യണം. ഓ ഇനി ഇവിടെ എന്തായി വരാൻ പോണു ഗൈസ്? ഇനി സിംഹം ബല്ലാണ് ഇനി. ഓ ഗൈസ് ആനിമൽ ഹൗസ് ഗൈസ്. നിങ്ങൾ ഗസ് ചെയ്യ് ഗൈസ്. ഇവിടെ എന്ത് മൃഗമായിരിക്കും വരാൻ വേണ്ടി പോണേന്ന് ഗൈസ്. നിങ്ങൾ ഗസ് ചെയ്യ് ഗൈസ്. ഗസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഗസ് ചെയ്യ് ഗൈസ്. ഓ ഗൈസ് ബഫല്ലോ ഗൈസ്. ബഫല്ലോ ആണ് ഗൈസ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പോണത്. ബഫല്ലോക്കുള്ള ഫുഡും കൊടുത്തേ കേട്ടാ. അപ്പൊ നമുക്കിത് ഓ ഗൈസ് എന്തോരം സാധനങ്ങളാ ഗൈസ് ഈ റോബ്ലോക്സിൽ. ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഗൈസ്. ഓ സ്റ്റാഫ് ഹൗസ് ഗൈസ്. എനിക്ക് സ്റ്റാഫ് ഹൗസ് ഒക്കെ വന്നു ഗൈസ്. ഇത് ടൂർ ഗൈഡ് നോട്ട് ഇനഫ് മണി. പൈസ എല്ലാം തീർന്നാ ഗൈസ്. ഞാൻ പിച്ചയായി ഗൈസ്. ഇനി ഇവരൊക്കെ വന്ന പൈസ തന്നാലാണ് എനിക്ക് ഇനി സെറ്റ് ആവത്തുള്ളൂ ഗൈസ്. എന്റെ ഫാം ഇത്ര അടിപൊളിയായി. ഇനി ഓരോ പരിപാടി അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്യണം. ഓ ഗൈസ് അപ്പൊ എന്തായാലും ഞാൻ സ്റ്റാഫ് റൂമിന്റെ അങ്ങോട്ടൊക്കെ ഒന്ന് കയറി നോക്കട്ടെ. ഓ ഗൈസ് നല്ല സ്റ്റാഫ് റൂമാണ് ഗൈസ്. അപ്പൊ ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരുടെ എല്ലാ സൂവും കാര്യങ്ങളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തോട്ട്. ഇപ്പൊ ഞാനാണ് ഫസ്റ്റ് ഗൈസ്. സൈഡിൽ കണ്ടു ഡെൻവർ 5006 ഫസ്റ്റ് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാനാണ് ഗൈസ് ഈ ഒരു ഏരിയയിലെ ഏറ്റവും നല്ല സൂ. ഈ റോബ്ലോക്സിലെ ഏറ്റവും നല്ല സൂ, ഏറ്റവും കൂടി സൂ നമ്മുടെയാണ് ഗൈസ്. നമ്മുടെയാണ് ഇത്രയും ജീവികളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ നമ്മളാണ് ഇതിൽ ഫസ്റ്റ് കിടക്കണ ഗൈസ്. അപ്പൊ ഇനി ബാക്കി കുറെ പരിപാടി സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ബാക്കി വീഡിയോയും കാര്യങ്ങളും ഈ സൂല് എന്തൊക്കെ അപ്ഗ്രേഡേഷൻ ആണ് വരുത്തേണ്ടതെങ്കിൽ നിങ്ങൾ പറ ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്. ബൈ.